കാറിലിടിച്ച ഓട്ടോ ഡ്രൈവറോട് നഗരമധ്യത്തിൽ വാക്കുതർക്കത്തിലേർപ്പെട്ട് രാഹുൽ ദ്രാവിഡ്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. കെ പി ശ്രീധരൻ വിവരങ്ങളുമായി ചേർന്നു. ശ്രീധരൻ, ഇതിപ്പോ ഏതൊരു സാധാരണക്കാരനും ചെയ്യുന്നതാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ വാഹനത്തിൽ ഒരാൾ തട്ടിയാൽ നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഉറപ്പായും വാഹനം നിർത്തി ഇറങ്ങി അത് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഇതിപ്പോ രാഹുൽ ദ്രാവിഡ് ആയതുകൊണ്ട് സംഗതി കൂടുതൽ വൈറലായി അല്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഇതിലൊരു കാര്യം എന്താ വെച്ചാൽ രാഹുൽ ദ്രാവിഡ് അങ്ങനെയൊന്നും ഒരു ഒട്ടും ദേഷ്യപ്പെടുന്ന ആളല്ല, അല്ലെങ്കിൽ വളരെ കൂളായിട്ട് എപ്പോഴും അക്ഷോഭ്യനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി പൊതുജനമധ്യത്തിൽ ഇങ്ങനെ ഇറങ്ങി ഓട്ടോ ഡ്രൈവറുമായിട്ട് വഴക്കടിക്കുന്നതാണ് ഈ വീഡിയോ കൂടുതൽ തരംഗമാവാനുള്ള ഒരു പ്രധാന കാരണം. ഇത് ഇന്നലെ വൈകിട്ട് 6:30 ബംഗളൂരു നഗരത്തിലെ തന്നെ കണ്ണിംഹാർ റോഡിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടാകുന്നത്. മുന്നിൽ പോവുകയായിരുന്നു ഈ ഗുഡ്സ് ഓട്ടോ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. അത് ബ്രേക്ക് ഇട്ടപ്പോൾ രാഹുൽ ദ്രാവിഡിൻ്റെ വാഹനം അതിന് പുറകിൽ ചെന്ന് ഇടിക്കുകയായിരുന്നു. ഏതായാലും പെട്ടെന്ന് അവിടെ ഒരു ബ്രേക്ക് ഇടേണ്ട സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. നിസ്സാര പ്രശ്നങ്ങളെ ഈ കാറിന് സംഭവിക്കുകയും ചെയ്തുള്ളൂ. ഇതിനെ ചൊല്ലിയാണ് ഈ രാഹുൽ ദ്രാവിഡും ഓട്ടോറിക്ഷ ഡ്രൈവറും തമ്മിൽ ഒരു തർക്കത്തിലേക്കൊക്കെ പോകുന്നത്. ഇതിന് അടിയിൽ വരുന്ന ഈ വീഡിയോയ്ക്ക് അടിയിൽ വരുന്ന കമൻറ്റുകൾ വളരെ രസകരമാണ്. പ്രത്യേകിച്ച് രാഹുൽ ദ്രാവിഡ് തന്നെ അഭിനയിച്ച ഒരു പരസ്യമുണ്ട്, ഒരു പേയ്മെൻറ്റ് ആപ്പുമായി ബന്ധപ്പെട്ട് ഒരു പരസ്യമുണ്ട്. അതിൽ ഇങ്ങനെ ട്രാഫിക് സിഗ്നലിൽ കിടക്കുന്ന ഒരാൾ കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകളൊക്കെ പറഞ്ഞ് അവസാനം അദ്ദേഹം പറയുന്നുണ്ട് മേം ഇന്ദിരാനഗർക്ക ഗുണ്ടാഹും എന്ന് പറയുന്ന ഒരു ഇതോടുകൂടിയാണ് എട്ടൈലൻറ്റോട് കൂടിയാണ് ആ പരസ്യം അവസാനിക്കുന്നത്. ആ പരസ്യമൊക്കെ വെച്ച് വലിയ ട്രോളുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഏതായാലും സംഭവത്തിൽ രാഹുൽ ദ്രാവിഡോ ഓട്ടോറിക്ഷ ഡ്രൈവറോ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പ്രശ്നം അവിടെ ഒത്തുതീർന്നു പോയി എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഈ വീഡിയോ അത് വ്യാപകമായിട്ട് പ്രചരിക്കുന്നുമുണ്ട്. ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് സംബന്ധിച്ച് ആരുടെ ഭാഗത്താണ് തെറ്റ് ശരി എന്നൊന്നും അറിയില്ല. എങ്കിലും സാധാരണ റോഡിൽ ഇത്തരത്തിൽ സംഭവിക്കാറുണ്ട്. അത് രാഹുൽ ദ്രാവിഡ് ആയതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അത് കൂടുതൽ ശ്രദ്ധ ആർജിക്കുന്നു എന്ന് മാത്രം.